പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 26-ാം വാക്യം, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആരുമല്ല, എൻ്റെ ജനമല്ല, എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് പല പേരും പറഞ്ഞ് പല വിളിപ്പേരും ചൊല്ലി തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഇതാ ദൈവം പറയുന്നു, ഇത് എൻ്റെ മക്കളാ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെ ഒരു പേര് വിളിക്കും. ഇന്ന് പകൽക്കാലവും നമ്മുടെ പേര് മാറ്റുവാൻ, നമ്മുടെ ബന്ധത്തിൻ്റെ ആഴത്തെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നാം ആരെന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന ദിവസങ്ങളത്രേ. എത്ര പേര് ഇന്ന് പകൽക്കാലം അതിന് ആമീൻ പറഞ്ഞിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കും. പലപ്പോഴും ലോകം ഹല്ലേലൂയ നമ്മെക്കൊണ്ടൊരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല, നമ്മെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് ആ പേര് മാറ്റിയ ഒരു ചരിത്രം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒനേസിമോസിനെ കുറിച്ച് ഹല്ലേലൂയ അപ്പസ്തോലനായ പൗലോസ് ഫിലമോന് ഹല്ലേലൂയ കത്തെഴുതുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അവൻ പണ്ട് നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒനേസിമോസ് എന്ന അടിമ നിനക്കും എനിക്കും വളരെ പ്രയോജനമുള്ളവനാ. പണ്ടവൻ ദാസനായിരുന്നു, എന്നാൽ ഇന്ന് അവൻ എൻ്റെ പുത്രനായി മാറിയിരിക്കുന്നു. നീ എനിക്ക് എങ്ങനെ പുത്രനായിരിക്കുന്നു, അതുപോലെ പുത്രത്വത്തിൻ്റെ അവകാശം ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, വചനം കൈക്കൊള്ളുന്ന, വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ നിലയും വിലയും കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ഒനേസിമോസ് ഒരു അടിമയായിരുന്നു, അവൻ കൊള്ളാത്തവനായിരുന്നു, അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് ഇതാ എനിക്ക് പ്രയോജനമുള്ളവൻ, നിനക്കും പ്രയോജനമുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ അവൻ്റെ നിലവാരത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ, നമ്മുടെ കർത്താവ് മതിയായവനത്രേ. ഈ രാവിലെ വചനം കേൾക്കുന്ന നിങ്ങളെയും സമൂഹം അങ്ങനെ കാണട്ടെ. നിങ്ങൾ വളരെ പ്രയോജനമുള്ളവരെന്ന്, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്തും നിങ്ങൾ വളരെ പ്രയോജനമുള്ളവരെന്ന് മറ്റുള്ളവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നിങ്ങൾ ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ നിലവാരത്തെ മാറ്റുവാൻ, നിങ്ങളുടെ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ എനിക്ക് പ്രയോജനമുള്ളവരെന്ന് പറയുവാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, അപ്പസ്തോല പ്രവർത്തികളിൽ ഹല്ലേലൂയ പൗലോസും ബർന്നബാസൂടെ ഹല്ലേലൂയ സുവിശേഷം ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരെ ദേവന്മാരെന്ന് എണ്ണി മാലയിട്ട് സ്വീകരിച്ചെന്ന് പറയുന്നു. അതുവരെ കണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാൽ ഇതാ വായിൽ നിന്ന് വരുന്ന ദൈവവചനത്തിൻ്റെ ആഴം കേട്ടപ്പോൾ, അവരുടെ കയ്യിലൂടെ നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് കണ്ടപ്പോൾ അതരം അടച്ചു വെക്കുവാൻ, വായടച്ചു വെക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വചനവുമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നീ വാ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ? വാ തുറന്ന് കർത്താവിൻ്റെ വചനമൊന്ന് പറയുമോ? നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് നിങ്ങൾ കർത്താവിനെക്കുറിച്ചൊന്ന് പറയുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായത്തെ മാറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. അവരെ കണ്ടിട്ട് ദേവന്മാരെന്ന് കണ്ട് ആദരിക്കാൻ ജനം കൂടിയെങ്കിൽ ഈ ദിവസങ്ങളിൽ യേശുവിനെ ഉയർത്തുന്ന ദൈവ പൈതലേ, അനേകരെ നിങ്ങളിലേക്ക് അവൻ ആകർഷിക്കും. യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 12:32, നിങ്ങൾ എൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ ഞാൻ അനേകരെ നിങ്ങളിലേക്ക് ആകർഷിക്കും. കർത്താവിനെ ഉയർത്തുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ നാം ഉയർത്തുമ്പോൾ അനേകര് ആകർഷിക്കപ്പെടും, അനേകര് നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ജനത്തിന് ഒരു കാര്യം വ്യക്തമാകും, നിങ്ങൾ ഒരു അസാധാരണ ദൈവ പൈതലെന്ന്, നിങ്ങളൊരു ദൈവ പൈതലെന്ന് ലോകം ടെസ്റ്റിമണി പറയും. ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനാൽ സ്തോത്രം. മെലീത്തയുടെ ദ്വീപിൽ അല്ലെങ്കിൽ എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി അല്ലെങ്കിൽ പൗലോസും കൂട്ടരും കാലുവെച്ചപ്പോൾ, അല്ലെങ്കിൽ പൗലോസിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ബർബരന്മാർ, അവിടുത്തെ അന്യജാതിക്കാർ പൗലോസിന് അസാധാരണ ദയ കാണിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. എന്താ കാരണം? അവർ ബർബരന്മാരാ, അവരറിയാത്ത ജാതികളാ, അവർ അല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യപ്പറ്റുള്ള ഒരു കൂട്ടമായിരിക്കണമെന്നില്ല. എന്നാൽ പൗലോസിൻ്റെ മുഖം അവർ കണ്ടപ്പോൾ അസാധാരണ ദയ കാണിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. അത് വേദപുസ്തകത്തിലെടുത്ത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ
അങ്ങനെ ആത്മാവിൽ പറയട്ടെ. നിങ്ങൾ ദൈവാത്മാവിനാൽ ചലിക്കപ്പെടുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ദയ തോന്നും, മറ്റുള്ളവർ ഫേവർ കാണിക്കും. നിങ്ങളോട് മറ്റാരോടും കാണിക്കാത്ത ഒരു അസാധാരണ ഫേവർ അവൻ നിങ്ങളോട് കാണിക്കും. അല്ലെങ്കിൽ തുടർന്നും വേദപുസ്തകത്തിൻ്റെ ചരിത്രം പറയുന്നു, പൗലോസിൻ്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങിയിട്ട് അതിനെ കുടഞ്ഞു കളഞ്ഞു. ഇവർ വിചാരിച്ചു പൗലോസിൻ്റെ കാര്യം ഇപ്പോൾ തീരും, പൗലോസ് ഇപ്പോൾ ഈ ലോകം വിട്ടുപോകും, അവൻ്റെ ശരീരം ചത്തിട്ട് വീർത്തു തുടങ്ങും. പക്ഷേ അവനൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും ബൈബിൾ പറയുന്നു, അവരുടെ മനസ്സു മാറി ഇവൻ യഥാർത്ഥത്തിൽ ഒരു ദേവനെന്ന് അവർ ടെസ്റ്റ് മണി പറയാൻ തുടങ്ങി. ആ ദേശത്തിലെ സകല വീട്ടുകാരുടെയും രോഗത്തിന് വേണ്ടി, സകല പ്രമാണിമാരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൗലോസിൻ്റെ അടുക്കൽ വന്ന വേദപുസ്തക ചരിത്രം നമുക്ക് സുപരിചിതമത്രേ. അങ്ങനെയെങ്കിൽ അതേ കർത്താവ് മെലീത്തയിൽ പൗലോസിനെ മാനിച്ച ദൈവം, ലുസ്ത്രയിൽ അവനിലൂടെ അത്ഭുതം ചെയ്ത ദൈവം, ഹല്ലേലൂയ, ഒനേസിമോസിൻ്റെ പേര് മാറ്റിയ കർത്താവ് നമ്മുടെയും ദൈവമത്രേ. ഇന്ന് പകൽക്കാലം വചനം സംസാരിക്കുന്ന ദൈവ പൈതലേ, വീണ്ടും ജനിക്കുന്ന ദൈവ പൈതലേ, ആത്മാവിലെ നടത്തപ്പെടുത്തുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ പേര് മാറ്റുവാൻ, നിങ്ങളുടെ നിലവാരത്തെ മാറ്റുവാൻ, നിങ്ങളുടെ അവസ്ഥ മാറ്റുവാൻ, നിങ്ങളുടെ സമൂഹത്തിൽ നടുവിലുള്ള നിങ്ങളുടെ ഹല്ലേലൂയ ആ വലിയ ഹോണറിനെ ഹല്ലേലൂയ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കും, നിങ്ങൾക്ക് തേജസ് ലഭിക്കും, നിങ്ങൾക്ക് പുത്തൻ പേരുകൾ ലഭിക്കും. അത് ദൈവത്തിൻ്റെ പ്രോമിസാ, ദൈവിക വാഗ്ദത്തമാ. അതങ്ങനെ തന്നെ സംഭവിക്കുന്നതിനാൽ സ്തോത്രം. ഈ ദിവസം കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. ജനമല്ലാത്തടത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാൻ, ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കർത്താവിൻ്റെ പ്രിയ മക്കളെന്ന് പറഞ്ഞ് ദൈവം മാനിക്കട്ടെ. സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ അതേ ശബ്ദം ഇന്ന് പകൽക്കാലവും നിങ്ങൾ പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ മുഴങ്ങട്ടെ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.